ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു പദപ്രയോഗമായിരിക്കും ഇത്. ഞാനിത് വായിച്ചത് ബൈബിളിൽ നിന്നാണ്. ബൈബിൾ കൊരിന്ത്യർക്ക് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമാണ്, ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക. അത് പറയാനുള്ള സാഹചര്യം ഇതാണ്. പൗലോസ്ലീഹ പറയുന്നത്, താൻ പ്രസംഗിക്കുന്നതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായി താൻ കൊള്ളരുതാത്തവനായി തീരാതിരിക്കാൻ താൻ ഓരോ ദിവസവും തൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കിക്കൊണ്ടിരിക്കുക. എന്താണ് ഈ ദണ്ണിപ്പിച്ച് അടിമയാക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമുക്ക് പല നല്ല ശീലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം ആഗ്രഹിക്കാറുണ്ട്. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ നമ്മൾ ആഗ്രഹിക്കും, ചിലപ്പോൾ ജിമ്മിൽ പോകണമെന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടാവും, ഡയറ്റ് ചെയ്യണമെന്നും ശരീരം നിയന്ത്രിക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, മോശമായ വാക്കുകൾ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ കോപിക്കുകയില്ല, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ആണ്ടർയോഗങ്ങളൊക്കെ കഴിയുമ്പോൾ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ ആളുകൾ എടുക്കാറുണ്ട്. എന്നാൽ ഈ തീരുമാനങ്ങൾ പലപ്പോഴും നമുക്ക് നിവർത്തിക്കുവാൻ കഴിയാത്തതിന് കാരണം നമ്മുടെ ശരീരം അത് നമുക്ക് അടിമയായി തീരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ശരീരത്തെ അടിമയാക്കണമെങ്കിൽ അതിനെ നാം ദണ്ണിപ്പിക്കണം. ദണ്ണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കല്ലെടുത്ത് ശരീരത്തെ ഇടിക്കുകയോ അല്ലെങ്കിൽ വടിയെടുത്ത് ശരീരത്തെ അടിച്ച് ദണ്ണിപ്പിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. നാം ചെയ്യേണ്ടത് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ അനുവദിച്ചു കൊടുക്കാതെ അതിനെ ദണ്ണിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ, നാളെ മുതൽ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ 4 മണിക്ക് ഞാൻ അലാം വെച്ച് രാത്രി കിടന്നുറങ്ങി. രാവിലെ 4 മണിയായപ്പോൾ അലാം അടിച്ചു. അലാം അടിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, ഞാൻ ഇന്നു മുതൽ 4 മണിക്ക് എഴുന്നേൽക്കണം, നീ എഴുന്നേൽക്കണം എന്ന് ഒരു സൈഡിൽ നിന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു സൈഡിൽ നിന്ന് പറയുകയാണ്, ഇപ്പോൾ കിടന്നുറങ്ങാം, കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാം, അല്ലെങ്കിൽ നാളെ മുതൽ 4 മണിക്ക് എഴുന്നേൽക്കാം. അങ്ങനെ ഒരു തീരുമാനം മറ്റൊരു സൈഡിൽ നിന്ന് വരും. അപ്പോൾ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നൊരു വ്യക്തി ആ തെറ്റായ തീരുമാനത്തെ അതിന് ദണ്ണിപ്പിക്കുക. അതിനോട് പറയാം, അങ്ങനെ എനിക്ക് ഇന്ന് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, ഞാൻ തീരുമാനം എടുത്തത്, ഞാൻ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് ആ വ്യക്തി എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് താൻ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ശരീരത്തെ ദണ്ണിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ശരീരത്തെ ദണ്ണിപ്പിച്ചാൽ നമുക്ക് ഏറ്റവും വിജയകരമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അതിന് ആ ഒരു കാര്യം തുടർന്നാൽ ഒരുപാട് കാലം നമുക്ക് ഈ ശരീരത്തെ ദണ്ണിപ്പിക്കേണ്ടതായിട്ട് വരികയില്ല. ശരീരം ആ ഒരു ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അധികം പവർ അതിന് കൊടുക്കേണ്ട ആവശ്യം വരില്ല. നമുക്കറിയാം, എയറോപ്ലെയിനൊക്കെ നാം വിമാനത്തിൽ സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ ആദ്യം എടുക്കുന്നൊരു പവറുണ്ട്. ആ പവർ എടുത്ത് അത് ഉയർന്ന് അതിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിന് സ്വതവേ വലിയ പവറൊന്നും എടുക്കാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ നമുക്കൊരു ജീവിതം നയിക്കാൻ, നാം ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ നമുക്ക് ജീവിച്ചു പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക. നമ്മുടെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കിക്കൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.